ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചിങ്ങ തോരൻ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ അച്ചിങ്ങ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ ഒരല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് കുഴഞ്ഞു പോരുത് കേട്ടോ. അച്ചിങ്ങ പയറ് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കണ്ടേ. നമ്മുടെ തോരന് വേണ്ടിയിട്ട് അച്ചിങ്ങ തോരന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളി ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തോല് കളയാതെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇടികല്ലിൽ നല്ലതുപോലെ ചതച്ച് ഇടിച്ചെടുക്കാം. നമ്മള് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇനി നമ്മൾ തോരനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ വേണം. ഞാനിവിടെ ഒരു ചെറിയ കൈപ്പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് തേങ്ങ അധികം ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് കുറച്ചധികം തേങ്ങ ചേർക്കുന്നതായിരിക്കും താല്പര്യം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടിച്ച മുളക്, അതായത് ക്രഷ്ഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ തോരൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്, അതായത് നമ്മൾ തോരൻ സെറ്റ് ആക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചു. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ അളവില് വെളിച്ചെണ്ണ, ചെറിയ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും അതുപോലെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാണ്. ഞാനൊരു വലിയ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചിലർ ഈ ഒരു സമയത്ത് തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അച്ചിങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ആദ്യം അച്ചിങ്ങ ചേർത്ത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ അച്ചിങ്ങയിൽ ഒരല്പം വെള്ളം മാത്രമാണ് വേവിക്കുമ്പോൾ ചേർത്തത്, അതുകൊണ്ട് തന്നെ ഞാനത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മളിനി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നതല്ലേ. ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പച്ചക്കറിയുടെ ചൂടിന് തന്നെ, അച്ചിങ്ങയുടെ ആ ഒരു ചൂടുണ്ടല്ലോ, ഈ ചട്ടിയുടെ ചൂടിന് തന്നെ അതായിക്കോളും. ജസ്റ്റ് ഒന്ന് വലിഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.